ഹലോ ബ്രദർ, ഒന്ന് പതുക്കെ ചെല്ല്. അവിടെ റോഡിൽ ഓയിൽ ലീക്കായി കിടക്കുക. എവിടെ? ദേ ഇവിടെ തന്നെ. ഓൾ ഈസ് വെൽ. എനിക്ക് ആവശ്യം ഓയിൽ വെൽ. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെല്ലാണ്. നമ്മളെല്ലാവരും ദിവസവും ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ വളരെ വളരെ കൂടുതലാവും. അങ്ങനെ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി നമുക്ക് കൺട്രോളിൽ വെക്കാനും സാധിക്കും. കീക്കോ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ വെരി ട്രൂ. സാധാരണ വെരി ട്രൂ അല്ല, അതിഭയങ്കര ട്രൂ, സൂപ്പർ ഡൂപ്പർ ട്രൂ. ഞാനിപ്പോ ഒരു പേരൊക്കെ കഴിച്ചോട്ടെ. അയ്യോ, ആരാടാ ഈ സമയത്ത് കൂർക്കം വലിക്കുന്നത്? അയ്യോ, മേയർ ധ്യാനിക്കുന്നതിന് പകരം ഇരുന്ന ഇരിപ്പ് തന്നെ കൂർക്കം വലിച്ച് ഉറങ്ങാ. ഹലോ മേയറെ, ഒന്ന് എഴുന്നേൽക്ക്. ഭൂകമ്പം വന്നേ, ഭൂകമ്പം വന്നേ, എല്ലാവരും ഓടിക്കോ. മമ്മി. ഓ മേയർ അങ്കിൾ, ഭൂകമ്പം ഒന്നും വന്നിട്ടില്ല. ഈ ടെമ്പോ അണ്ണനാണ് അങ്കിളിനെ വിളിച്ചുണർത്തിയത്. അങ്കിൾ മെഡിറ്റേഷൻ ചെയ്ത് ചെയ്ത് അറിയാതെ ഉറങ്ങിപ്പോയി. ആണോ? ചിലപ്പോഴൊക്കെ ഞാൻ അറിയാതെ ആ തെറ്റ് ചെയ്യുകയാണ്. എന്നെങ്കിലും ഒരു പ്രാവശ്യമല്ല, എപ്പോഴും നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അതൊക്കെ പോട്ടെ. നിങ്ങൾ എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ തുടങ്ങിക്കോളൂ. All is well. എനിക്ക് ആവശ്യം എണ്ണ കിണറ്. സൺസിറ്റിയിൽ മൊത്തം ഒരുപാട് ഡസ്റ്റ് വന്നിരിക്കുക. അത് ക്ലീൻ ചെയ്യാൻ എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അല്ല, ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഒരു അതിഭയങ്കര ആക്ഷൻ സീൻ നടക്കാൻ പോവുക. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തല്ലേ പറ്റൂ. ഇനി കീക്കോയും സൂപ്പർ സ്പീഡോയും ഈ സൺസിറ്റിയെ സുനാമിയിൽ നിന്നും രക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ വന്ന ജോലി കഴിഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടൂ. ഓൾ ഈസ് വെൽ. എനിക്ക് ആവശ്യം ഓയിൽ വെല്ലാണ്. ആർസിവിന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എങ്കിൽ ഇവിടെ അടുത്ത് എവിടെയോ പ്രശ്നമുണ്ട്. അയ്യോ, പ്രശ്നമൊന്നും അല്ല, ടോട്ടൽ പ്രശ്നങ്ങളും ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കേ. ചേടാ, എന്റെ ദൈവമേ, ഒരുപാട് വെള്ളം ദാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ഒരല്പം വെള്ളം കുടിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ നേർക്ക് വന്നോണ്ടിരിക്കുന്നതിന് ഒരു ഒറ്റവാക്കിൽ
പറയണമെങ്കിൽ സുനാമി. ഈഷ്, മമ്മി, രക്ഷിക്കണേ. ഞാൻ രാവിലെ കുളിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എനിക്ക് വീണ്ടും കുളിക്കാൻ ആഗ്രഹമില്ല. കീക്കോ, എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യൂ. ഇപ്പൊ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്നോ തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, സുനാമിയുടെ രാക്ഷസ തിരമാലകൾ സൺസിറ്റിയെ നശിപ്പിക്കുന്നത് തടയണം. യെസ് ബ്രോ, പക്ഷേ ഇത്രയും വലിയ തിരമാലകൾ നമ്മൾ എങ്ങനെ തടഞ്ഞു നിർത്തും? R7 വീണ്ടും ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ സിഗ്നൽ സൺസിറ്റിക്ക് പുറത്തുള്ള ഖുറാന അങ്കിളുടെ ലാബിൽ നിന്നാണ് വരുന്നത്. അവിടെ ആരോ എന്തോ അടിച്ചു മാറ്റുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഡോക്ടർ ഖുറാനയുടെ ലാബിലേക്ക് ചെല്ലാം. നമ്മുടെ സൺസിറ്റിയിലെ ജനങ്ങൾ സുനാമിയിൽ കുടുങ്ങാതെ രക്ഷിക്കണം. ഫോർമുല നമ്പർ 999. കലക്കി കീക്കോ, നിന്റെ ബ്രെയിൻ എന്റെ ജെറ്റ് സ്പീഡിനേക്കാളും വേഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ടിവേറ്റിംഗ് ഫോർമുല 999. നമ്മുടെ സൺ സിറ്റിയിലെ ജനങ്ങളെയൊക്കെ സേഫ് ആയിട്ട് മൗണ്ടനിലേക്ക് കൊണ്ടുവന്നിറക്കി. ഇനി വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. വേണ്ട സൂപ്പർ സ്പീഡോ, ഒരു ജോലിയും കൂടി ബാക്കിയുണ്ട്. അത് കണ്ടോ? സൂപ്പർ സ്പീഡോ, സൺസിറ്റിയിലേക്ക് വന്ന് സുനാമിയെ തിരിച്ചയക്കാൻ ആദ്യം ഒരു വഴി കണ്ടെത്തണം. ദേ ആ മലയില്ലേ, അതിന്റെ പുറകിൽ കടലാണ്. നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല 38 അപ്ലൈ ചെയ്തിട്ട് ആ മല തട്ടി തകർത്ത് റൂട്ട് റെഡിയാക്ക്. എങ്കിൽ സൺസിറ്റിയിൽ നിന്ന് വെള്ളം മുഴുവനും കടലിലേക്ക് ചെന്നെത്തും. യെസ് കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 38. കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. ഈ സുനാമി പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നത്? എങ്ങനെയാണ് വന്നത്? മേരങ്കിൾ, സുനാമി എപ്പോഴും പെട്ടെന്നാ വരുന്നത്. എപ്പോഴൊക്കെ കടലിന്റെ അടിയിൽ ഭൂകമ്പം സംഭവിക്കുന്നുവോ അപ്പൊ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാരണം കടലിലുള്ള മൊത്തം വെള്ളവും സുനാമിയായിട്ട് മാറി കടലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എനിക്ക് മനസ്സിലായി. വിശപ്പെടുക്കുമ്പോ എന്റെ വേറെ ഇതുപോലെ തന്നെ പൊങ്ങുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാ ആഹാരം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും അലയും. എന്താ അത്? ഏതോ ഒരു ഡിവൈസിന്റെ ഭാഗം പോലെയുണ്ട്. ഇതേതോ ടോർപിഡോയുടെ ഭാഗമാണ്. അയ്യോ, ഈ ടോറോപീഡോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ടോർപീഡോ അതൊരു തരം ബോംബാണ്. അത് സബ്മെറൈനിലാണ് യൂസ് ചെയ്യാറുള്ളത്. കറക്റ്റ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഈ ടോർപിഡോയുടെ ഭാഗം ഇവിടെ എങ്ങനെയാണ് വന്നത്? ആരോ ഈ ടോർപിഡോയെ കടലിനടിയിൽ വെച്ച് ബ്ലാസ്റ്റ് ചെയ്തിട്ട് സുനാമി ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ കീക്കോ, അതിനെ ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കിൽ why? ഒരു പക്ഷേ എന്റെ സൂപ്പർ സ്പീഡോയുടെയും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ഡോക്ടർ ഖുറാന അങ്കിളിന്റെ ലാബിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. വാ സൂപ്പർ സ്പീഡോ, നമുക്ക് അവിടെ പോയി നോക്കാം. അയ്യോ, ഞങ്ങൾ നിന്റെ ഒപ്പം വരാം.
അയ്യോ, അവിടെ എന്താന്ന് വെച്ചാ അതിഭയങ്കര സുനാമി വന്നു. പക്ഷെ ഇയാളെ കണ്ടില്ല. ഇവിടെ ഇരുന്ന് സ്റ്റാച്ചു കളിക്കാണെന്നാ തോന്നുന്നേ. ഡോക്ടർ ഖുറാന, സ്റ്റാച്ചു ഓവർ. ഹലോ ഷെടാ, എന്തെങ്കിലും ഒന്ന് പറയേ. കള്ളൻ കള്ളൻ കള്ളൻ. ശബ്ദിച്ച് ബഹളമുണ്ടാക്കരുത്. ആദ്യം ഒരു കാര്യം പറയട്ടെ, എന്താണ് മോഷണം പോയത്? എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ ആറ്റോമിക് മെഷീൻ. ആറ്റോമിക് മെഷീൻ? അതെന്താണ് ഖുറാന അങ്കിൾ? കിക്കോ, ആറ്റോമിക് മെഷീൻ വളരെ പവർഫുൾ ആയ ഒരു ഡിവൈസ് ആണ്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഒരുപക്ഷെ തെറ്റായ രീതിയിൽ യൂസ് ചെയ്താലോ? അത് അതിഭയങ്കരമായ ഡേഞ്ചറസ് ആയ ബോംബായി മാറാൻ സാധ്യതയുണ്ട്. ഷെടാ എന്റെ ദൈവമേ, ബോംബെന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? എങ്കിൽ പിന്നെ ഞാൻ സംശയിച്ചത് ശരിയാണ്. ആരോ ആദ്യം സുനാമി ഉണ്ടാക്കിയിട്ട് എന്റെ സൂപ്പർ സ്പീഡോയുടെയും ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുക. എന്നിട്ട് നല്ല സന്ദർഭം നോക്കി ഖുറാന അങ്കിളുടെ ലാബിൽ നിന്ന് ആറ്റോമിക് മെഷീൻ അടിച്ചു മാറ്റിയിരിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ആ കള്ളനെ തേടി കണ്ടെത്തുന്നത്? അതിനൊരു വഴിയുണ്ട്. ആറ്റോമിക് മെഷീൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും ഒരു കീയുടെ ആവശ്യമുണ്ടാവും. ആ കീ അതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും ഇന്ന് എന്റെ കയ്യിലെത്തും. ഇൻഫാക്ട് അവരിപ്പോ വന്നോണ്ടിരിക്കാന്നാ തോന്നുന്നത്. ആ താക്കോലില്ലാതെ ആ ആറ്റോമിക് മെഷീൻ വെച്ച് ഒന്നും ചെയ്യാനാവില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ആറ്റോമിക് മെഷീൻ അടിച്ചു മാറ്റിയവൻ അതിന്റെ കീയും അടിച്ചു മാറ്റാൻ വേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഉടൻ തന്നെ ആ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ചെല്ലണം. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. ഹലോ ബ്രദർ, ഒന്ന് പതുക്കെ ചെല്ല്. അവിടെ റോഡിൽ ഓയിൽ ലീക്കായി കിടക്കുക. എവിടെ? ദേ ഇവിടെ തന്നെ. ഓൾ ഈസ് വെൽ. എനിക്ക് ആവശ്യം ഓയിൽ വെൽ. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെല്ലാണ്. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾക്കറിയാലോ ഈ ചെയ്യുന്നതെല്ലാം വളരെ വലിയ തെറ്റാണ്. ഓ, കീക്കോയും സൂപ്പർ സ്പീഡോയും അല്ലേ എനിക്ക് ലക്ഷർ തരാൻ വന്നിരിക്കുകയാണോ? എന്ന് വെച്ചാൽ ഞാൻ അയച്ച സുനാമിയിൽ നിന്നും നിങ്ങൾ ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്ന് അർത്ഥം. വീണ്ടും എന്റെ അടുത്ത് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണോ? ആരാണ് നീ? എന്താണ് നിനക്ക് വേണ്ടത്? കുട്ടാ, നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ലല്ലേ? ഞാനാണ് ഓയിൽ കിങ്. ബെൽ റിംഗ് ചെയ്യാതെ തന്നെ വീട്ടിനകത്ത് കയറി പറ്റും. ഓൾ ഈസ് വെൽ. എനിക്ക് ആവശ്യം ഓയിൽ വെല്ലാണ്. സോറി ഓയിൽ കിങ്, അത് നിനക്കൊരിക്കലും കിട്ടില്ല. ചോദിക്കുന്നവർക്ക് ചിലപ്പോ ചോദിച്ചത് കിട്ടില്ല. ഞാനെല്ലാം തട്ടിപ്പറിച്ച് ശീലിച്ചവനാ. എനിക്ക് നല്ലോണം അറിയാം. ഓടിക്കളിക്കാതെ നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടയക്കില്ലെന്ന് അറിയാം. എന്നാ ശരി, ഇന്നാ പിടിച്ചോ എന്റെ സൂപ്പർ പഞ്ച്. ഈ കളി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ബോറടിക്കുന്നു. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെൽ. സൂപ്പർ സ്പീഡോ, റോഡിൽ കിടക്കുന്ന ഓയിൽ കാരണം നമ്മൾ സ്ലിപ്പായി പോയത്. ഫോർമുല നമ്പർ 44 അപ്ലൈ ചെയ്യ്. എത്രയും വേഗം ടയേഴ്സിന് ആന്റി സ്കിപ്പ് കോട്ടിംഗ് കൊടുക്ക്. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 44.
കിക്കോ, ഈ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ടോട്ടൽ ഡാമേജ് ആയി. ഓയിൽ കിങ് എങ്ങോട്ടാ പോയത്? ഓടിപ്പിടിച്ച് കളിച്ചതൊക്കെ മതിയടാ കുട്ടാ. നീ വീട്ടിൽ പോയി ലൂഡോ കളിക്കാൻ നോക്ക്. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെൽ. കിക്കോ, ഒരുപാട് ഡാമേജ് ആയി പോയി. ഓട്ടോ റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. നോ പ്രോബ്ലം സൂപ്പർ സ്പീഡോ. നീ ആദ്യം റിപ്പയർ ചെയ്ത് റെഡിയാവ്, എന്നിട്ട് ഓയിൽ കിങ്ങിനെ നേരിടാം. പക്ഷേ നമുക്ക് അവനെ എവിടെ ചെന്ന് കണ്ടെത്താൻ പറ്റും? ആ കീയും അവന് കിട്ടിപ്പോയി. ആ? കീക്കോ, സൂപ്പർ സ്പീഡോ, എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് വളരെ നന്നായി. ഈ സമയത്ത് ഈ വീഡിയോ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഡെമോയാണ്. അടുത്ത 24 മണിക്കൂറുകൾക്കകം ലോകമെമ്പാടുമുള്ള എല്ലാ ഓയിൽ വെൽസും എന്റെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ ഞാൻ അന്റാർട്ടിക്കയിലുള്ള ഏറ്റവും വലിയ മലകളിൽ അറ്റോമിക് ബോംബിട്ട് ബ്ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്രാവശ്യം വെള്ളം കൊണ്ടല്ല, മഞ്ഞുകട്ടികളുടെ സുനാമിയാണ് വരാൻ പോകുന്നത്. മൊത്തം ലോകവും അതിൽ മുങ്ങിപ്പോകും. സൺസിറ്റിക്ക് എന്താണോ സംഭവിച്ചത് അതിനേക്കാളും വളരെ മോശമായ സൈഡ് എഫക്ട്സ് ഈ ലോകം മൊത്തം ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെയുള്ള എല്ലാ കൺട്രീസിനും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് തരികയാണ്. അടുത്ത 24 മണിക്കൂറുകൾക്കകം നിങ്ങളുടെ രാജ്യത്തിലുള്ള എണ്ണക്കിണറുകൾ എന്റെ പേരിൽ എഴുതി തരണം, അല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കും. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെൽ. ഓ നോ, എന്ത് വില കൊടുത്താലും ഓയിൽ കിങ്ങിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. പക്ഷെ അവനിപ്പോ എവിടെയാ ഉള്ളെന്ന് അറിയില്ലല്ലോ. എനിക്കറിയാം, അവൻ തീർച്ചയായിട്ടും അന്റാർട്ടിക്കയിൽ എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിട്ടുണ്ടാവും. അയ്യോ, ഇത്രയും വലിയ അന്റാർട്ടിക്കയില് അവൻ എവിടെ തേടി കണ്ടുപിടിക്കാനാ? ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെൽ. കിക്കോ, ആ ആറ്റോമിക് മിഷനിൽ GPS സിസ്റ്റം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാ ആരെങ്കിലും ആ സിസ്റ്റത്തിൽ കീ ഇട്ട് ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ആക്ടിവേറ്റ് ആവും. ഡോക്ടർ കുറാന, ഞാനും സൂപ്പർ സ്പീഡോയും ഉടൻ തന്നെ അന്റാർട്ടിക്കയിലേക്ക് ഇറങ്ങാം. ഓയിൽ കിങ് ആ ആറ്റോമിക് മെഷീൻ ആക്ടിവേറ്റ് ചെയ്തതും അങ്കിൾ അതിന്റെ GPS ലൊക്കേഷൻ സൂപ്പർ സ്പീഡോയ്ക്ക് അയച്ചു തന്നേക്ക്. ഓക്കെ കിക്കോ, പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം. ഒരു പക്ഷെ ആരെങ്കിലും ആ ആറ്റോമിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് ടൈമർ ഓൺ ചെയ്താൽ പിന്നീട് അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ആ കീക്ക് മാത്രമേ പറ്റൂ. അറിഞ്ഞോ അറിയാതെയോ ആ കീ ഇല്ലാതെ ഒരിക്കലും അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ ആ ആറ്റോമിക് ബോംബ് ഉടൻ തന്നെ ബ്ലാസ്റ്റ് ആയി പോകും. ഷ്യോർ ഡോക്ടർ കുറാന, ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. നമുക്ക് പോകാം സൂപ്പർ സ്പീഡോ. യെസ് ബ്രോ, ലെറ്റ്സ് റോക്ക് ആൻഡ് റൂൾ. ഇരുപത്തിനാല് മണിക്കൂറിനുള്ള ടൈം സെറ്റ് ചെയ്തേക്കാം. ഈ ലോകത്തിലുള്ള എല്ലാ എണ്ണക്കിണറുകളും എന്റെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ ടോട്ടൽ ലോകവും ഞാൻ കടലിൽ മുക്കി കൊല്ലും, എണ്ണക്കിണറും നശിപ്പിക്കും. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെൽ. ആ ആറ്റോമിക് സിസ്റ്റമിലുള്ള GPS സിസ്റ്റം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ ലൊക്കേഷൻ സൂപ്പർ സ്പീഡോക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കിക്കോ, ആ ആറ്റോമിക് മെഷീന്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തി. എങ്കിൽ വാ പോകാം, അവനെ ഫോളോ ചെയ്യേ. ഓയിൽ കിങ്, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, എത്രയും പെട്ടെന്ന് ആറ്റോമിക് മെഷീൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക്. നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ റോങ് ആണ്. ആൻഡ് മീ ഫൈറ്റ് ഫോർ റൈറ്റ്. ശരിയല്ലേ കിക്കോ? ആണോ? എന്നാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. വാ. ഓൾ ഈസ് വെൽ. എന്റെ ആവശ്യം ഓയിൽ വെൽ. നിങ്ങൾ രണ്ടുപേരുടെയും ശല്യം എനിക്ക് സഹിക്കാൻ വയ്യ. ഏത് സമയത്തും തേനീച്ചനെ പോലെ എന്നെ ഫോളോ ചെയ്ത് വരികയാണ്.
വീണ്ടും വീണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്തതിനുള്ള ശിക്ഷ അത് നിനക്ക് മാത്രമല്ല, ടോട്ടൽ ലോകത്തിൽ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. ആ അറ്റോമിക് ബോംബ് 24 മണിക്കൂറല്ല, അടുത്ത 5 മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിക്കും. All is well. ഇപ്പൊ എല്ലാ എണ്ണക്കിണറും വെള്ളത്തിൽ മുങ്ങിപ്പോകും. കീക്കോ, നിനക്ക് ഈ ബോംബ് ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ എന്താ? വേണ്ട സൂപ്പർ സ്പീഡോ, ഖുറാന അങ്കിൾ പറഞ്ഞിട്ടുണ്ട്, കീ ഇല്ലാതെ നമുക്ക് ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഓയിൽ കിങ്ങിന്റെ കയ്യിൽ നിന്ന് കീ തട്ടിയെടുക്കണം, അതും 5 മിനിറ്റിനുള്ളിൽ. വാ പോകാം. ഫോർമുല നമ്പർ 996. ഓക്കെ കീക്കോ. ഓയിൽ കിങ്, മര്യാദയ്ക്ക് കീ എനിക്ക് തിരിച്ചു തന്നേക്ക്. കിക്കോ, നീ ചെയ്ത കാര്യത്തിന് തരേണ്ടത് കീ അല്ല, എന്റെ കാലിൽ നിന്നും ഒരു കിക്കാണ്, അതും സൂപ്പർ സ്ട്രോങ് കേക്ക്. സൂപ്പർ സ്പീഡോ, നീ വേഗം ചെന്ന് ആറ്റോമിക് മെഷീൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അപ്പോഴേക്കും ഞാൻ ആ കീ ഓയിൽ കിങ്ങിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാം. നീ അവിടെ തന്നെ തൂങ്ങിക്കിടക്ക് കിക്കോ, ഞാൻ പോവുകയാണ്. ഇനി ആർക്കും ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു വഴിയില്ല, ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഐസ്ക്രീം കുൽഫി കഴിച്ചിട്ട് മതിയായില്ലെന്ന് ഈ മഞ്ഞുമലയെന്ന് അഭ്യാസം കാണിക്കാനല്ലേ? എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ദാ ഡോക്ടർ ഖുറാന, ഇനി മുതൽ ഇത് വളരെ സേഫായ സ്ഥലത്ത് സൂക്ഷിക്കണം. അപ്പൊ പിന്നെ ഇത് ആർക്കും അടിച്ചു മാറ്റാൻ പറ്റില്ല. അടിച്ചു മാറ്റിയാലും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ നമ്മുടെ ഈ സൺസിറ്റി മാത്രമല്ല, അതായത് നമ്മുടെ ഈ ടോട്ടൽ ലോകത്തിനും യാതൊരുവിധ നഷ്ടവും ഉണ്ടാവില്ല.